ത്രിയേകദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചത് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വളരെ സ്നേഹത്തോടെ വിനയത്തോടെ പ്രഭാതഭോജനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 9 ഫെബ്രുവരി 2026, ഈ മാസത്തെ 9ാമത്തെ ദിവസം, ഈ വർഷത്തെ 40ാമത്തെ ദിവസം, തിങ്കളാഴ്ച. ഇന്നത്തെ ധ്യാന വിഷയം: മൺമറഞ്ഞ ആത്മാക്കൾ ഇപ്പോൾ എവിടെയാണ് വസിക്കുന്നത്? എന്താണ് അവർ ചെയ്യുന്നത്? ഇന്നത്തെ ചിന്താവിഷയം: മൺമറഞ്ഞ ആത്മാക്കൾ ഇപ്പോൾ എവിടെയാണ് വസിക്കുന്നത്? എന്താണ് അവർ ചെയ്യുന്നത്? 3 നോയമ്പിൻ്റെ പേത്തർത്തായ്ക്ക് ശേഷം വലിയ നോയമ്പിൻ്റെ പേത്തർത്തായുടെ ഇടയിൽ 2 ഞായറാഴ്ചകളാണ് ഉള്ളത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ആദ്യത്തെ ഞായറാഴ്ച കൊഹനെ ഞായറാഴ്ച, അതായത് സകല വാങ്ങിപ്പോയ വൈദികരെയും ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവർക്ക് വേണ്ടി ധൂപം വയ്ക്കുന്ന അതിപ്രധാനമായ ദിവസം. 2ാമത്തെ ഞായറാഴ്ച സകല വാങ്ങിപ്പോയവരെയും പൊതുവായി ഓർക്കുന്ന ദിവസം, അനുഗ്രഹിക്കപ്പെട്ട ദിവസം, അനീതേ ഞായറാഴ്ച എന്ന് ഈ ഞായറാഴ്ചയെ നമ്മൾ അറിയുന്നു. ഇന്ന് നാം നോക്കുമ്പോൾ ഇന്നലെ നാം അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ മധ്യസ്ഥതയാൽ നമ്മൾ അനുഗ്രഹം പ്രാപിക്കുകയും അവർ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളെ ക്ഷമിക്കുന്നതിന് വേണ്ടി നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നത് സത്യം തന്നെ. എന്നാൽ ഒരു കാര്യം എടുത്തു പറയട്ടെ, ജപ്പാനിലും ഇന്ത്യയിലും ഒരു സംസ്കാരമുണ്ട്. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിനു മുമ്പ് വാങ്ങിപ്പോയ സകലരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ ഈ 2 നാട്ടിലും ഉണ്ട്. അതായത് നമ്മുടെ സഭ, പൗരസ്ത്യ സഭ, നമുക്കായി ക്രമീകരിച്ചിരിക്കുന്നതും ആ ബേസിൽ തന്നെയാണ്. ഈ 2 ഞായറാഴ്ചകളിലായി നാം എല്ലാ വാങ്ങിപ്പോയവരെയും ഓർക്കുന്നു എന്നത് അനുഗ്രഹം തന്നെയാണ്. ഇന്നത്തെ അല്പസമയത്തെ ധ്യാന ചിന്തയ്ക്കായി നാം കൊണ്ടുവന്നിരിക്കുന്ന ഈ 2 കാര്യങ്ങൾ എങ്ങനെ ആണ് അത് സംഭവിക്കുന്നത്, എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. അതായത് മൺമറഞ്ഞ ആത്മാക്കൾ അവർ ഇപ്പോൾ എവിടെയാണ് വസിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനേക ഉത്തരങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ക്രിസ്തുവിൻ്റെ നിഴലിൽ മറിഞ്ഞിരിക്കുന്നുവെന്നും പർദീസയുടെ അനുഭവത്തിൽ ജീവിതം തുടരുന്നു എന്നും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഇതിനൊക്കെയും ഉപരിയായി നാം ഒരു വേദഭാഗം നോക്കുമ്പോൾ നമുക്കതിൽ നിന്നും മനസ്സിലാകുന്നത്, എബ്രായർക്ക് എഴുതിയ ലേഖനം 12ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വേദഭാഗം നാം നോക്കുമ്പോൾ അതിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ സംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതു നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് ഈ വേദഭാഗത്തിൽ നമ്മൾ കാണുന്നു. ഇവിടെ പരാമർശിക്കുന്ന നിങ്ങൾ ആര് ആണ്? വ്യക്തമായി പറഞ്ഞാൽ എബ്രായ ലേഖനം 11ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസവീരന്മാരാണ് അവർ. വിശ്വാസവീരന്മാരുടെ ഒരു വലിയ പട്ടിക നമുക്ക് അവിടെ കാണുകയും ചെയ്യാം. എബ്രായ ലേഖനം 11ാം അധ്യായം അവസാനിക്കുന്നത് ലോകം അവർക്ക് യോഗ്യമല്ലാത്തതിനാൽ കാലസമ്പൂർണതയിൽ ചേർക്കപ്പെട്ടു എന്ന് ആണ്. എന്നാൽ 12ാം അധ്യായം തുടങ്ങുന്നത് സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പിടിച്ചു പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുക എന്നതാണ്. ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്, വാങ്ങിപ്പോയവർ എല്ലാം വിശുദ്ധ കന്യമറിയാമും അപ്പോസ്തലന്മാരും പരിമല തിരുമേനി അടക്കമുള്ള സകല വിശുദ്ധന്മാരും ശുദ്ധിമതികളും ഒരുമിച്ച് വസിക്കുന്ന ഇടത്ത് ആണ് നമ്മുടെ വാങ്ങിപ്പോയവരുടെ ആത്മാക്കളും വസിക്കുന്നത് എന്നാണ്. അതായത് അവർ വിശുദ്ധന്മാരുടെ ഗണത്തിൽ ചേർക്കപ്പെട്ടു എന്ന് അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പഴയ നിയമം നാം നോക്കുമ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 25ാം അധ്യായം
8-ാം വാക്യം നോക്കുമ്പോൾ അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ, അതായത് 175-ാം വയസ്സിൽ പ്രാണനെ വിട്ടു മരിച്ചു, തൻ്റെ ജനത്തോട് ചേർന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ നാം കാണുന്നത് അബ്രഹാം തൻ്റെ വാങ്ങിപ്പോയ പിതാക്കന്മാരോട് ചേർന്നു എന്നാണ്. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 28-29 വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇസഹാക്കിന്റെ ആയുസ് 180 സംവത്സരം ആയിരുന്നു. ഇസഹാക്ക് വയോധികനും കാലസമ്പൂർണനുമായി പ്രാണനെ വിട്ടു മരിച്ച് തൻ്റെ ജനത്തോട് ചേർന്നു എന്ന് ഈ വേദഭാഗത്ത് പറയുന്നു. ഇവിടെയും നാം കാണുന്നത് ഇസഹാക്ക് തൻ്റെ വാങ്ങിപ്പോയ പിതാക്കന്മാരോട് ചേർന്നു എന്ന് ആണ്. ഉൽപ്പത്തി പുസ്തകം 47-ാം അധ്യായം 28-ാം വാക്യവും 49-ാം അധ്യായം 33-ാം വാക്യവും നോക്കുമ്പോൾ നാം കാണുന്നത് യാക്കോബ് തൻ്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ച് തീർന്ന ശേഷം അവൻ കട്ടിലിന്മേൽ എടുത്തു വെച്ച് 147-ാമത്തെ വയസ്സിൽ പ്രാണനെ വിട്ടു തൻ്റെ ജനത്തോട് ചേർന്നു എന്നാണ്. ഇവിടെയും നാം കാണുന്നത് യാക്കോബ് തൻ്റെ വാങ്ങിപ്പോയ പിതാക്കന്മാരോട് കൂടെ ചേർന്നു എന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 23-ഉം 24-ഉം നോക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത് ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ 365-ാമത്തെ വയസ്സിൽ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്നാണ്. ഇവിടെയും നാം കാണുന്നത് വിശ്വാസികളുടെ ആത്മാക്കൾ വിശുദ്ധന്മാരുടെ ഗണത്തിൽ ചേർക്കപ്പെടുന്നു എന്ന് ആണ്. നാം ഇതൊക്കെയും മനസ്സിലാക്കി കഴിയുമ്പോൾ നാം എന്തിനാണ് നമ്മുടെ പിതാക്കന്മാർക്ക് വേണ്ടിയിട്ട് കുർബാന ചൊല്ലിക്കുന്നതും ധൂപം വയ്ക്കുന്നതും എന്നൊക്കെയും നമുക്ക് മനസ്സിലാകും. പുതിയ നിയമത്തിലേക്ക് നാം തിരിച്ചു വരുമ്പോൾ കാണുന്നത് മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 22-ാം അധ്യായം 32-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും ആകുന്നുവെന്ന് അവൻ അരുളി ചെയ്യുന്നു. ഇതിൽ നിന്നൊക്കെയും നാം മനസ്സിലാക്കേണ്ടത് വാങ്ങിപ്പോയവർ ജീവിക്കുന്നുവെന്നും അവർ വിശുദ്ധന്മാരുടെ കൂടെ സഹവസിക്കുന്നു എന്നുമാണ്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മൺമറഞ്ഞു പോയ നമ്മുടെ വിശ്വാസികളുടെ ആത്മാക്കൾ സ്വർഗീയ യെരൂശലേമിൽ എന്താണ് ചെയ്യുന്നതെന്നാണ് രണ്ടാമത്തെ ചോദ്യം. അവർ ദൈവസന്നിധിയിൽ നിത്യമായി ആരാധന നടത്തുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അതിൽ പറയുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തത്, മോശെയും ശമൂവേലും എൻ്റെ മുമ്പാകെ നിന്നാലും എൻ്റെ മനസ്സ് ഈ ജനത്തോട് ചായ്കയില്ല എന്നാണ്. ഇവിടെ നാം കാണുന്നത് യെരൂശലേം പട്ടണത്തിന് വേണ്ടി മൺമറഞ്ഞ മോശെയും ശമൂവേലും മധ്യസ്ഥത യാചിക്കുന്നതായിട്ടാണ് നാം ഇവിടെ കാണുന്നത്. അവരുടെ പ്രാർത്ഥനയിൽ പിന്നീട് 70 വർഷങ്ങളിലെ പ്രവാസത്തിന് ശേഷം യെരൂശലേം പട്ടണം പുനഃസ്ഥാപിക്കപ്പെടുന്നതായിട്ട് ആണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇതൊക്കെയും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിരന്തരമായി ദൈവവചനം വായിച്ചുകൊണ്ട് ഇരിക്കണം. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. ഇവിടെ നാം മനസ്സിലാക്കുന്നത് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതായാണ് യെരൂശലേമിനെ രക്ഷിക്കുന്നതിനായിട്ട്. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 12-ഉം 13-ഉം ഭാഗം നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത്, എന്നാറേ യഹോവയുടെ ദൂതൻ സൈന്യങ്ങളുടെ യഹോവേ, നീ 70 സംവത്സരം നീ ക്രൂദ്ധിച്ചിരിക്കുന്ന യെരൂശലേമിനോടും യഹൂദാ പട്ടണങ്ങളോടും നീ എത്രത്തോളം കരുണ കാണിക്കാതിരിക്കും എന്ന് ചോദിച്ചു. അതിനെ യഹോവ എന്നോട് സംസാരിക്കുന്ന ദൂതനോട് നല്ല വാക്കും ആശംസകരമായ വാക്കും അരുളി ചെയ്തു എന്ന് ഇവിടെ പറയുന്നുണ്ട്. നാം ഇവിടെ കാണുന്നത് യഹോവയുടെ ദൂതൻ യെരൂശലേമിന് വേണ്ടി ദൈവത്തോട് യാചിക്കുന്നതായിട്ടാണ്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 9-ഉം 10-ഉം വാക്യം വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത്, അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിങ്കൽ കണ്ടു എന്നാണ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. വിശ്വസ്തനും സത്യവാനും ആയ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിക്കുന്നതായിട്ടാണ് നാം ഇവിടെ കാണുന്നത്. മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്കതിൽ നിന്നും മനസ്സിലാകുന്നത് മറുരൂപമലയിലെ രംഗം ആണ് ഇവിടെ നാം കാണുന്നത്.
ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ വാങ്ങിപ്പോയ വിശ്വാസികളുടെ ആത്മാക്കൾ ദൈവത്തോട് സംസർഗത്തിലാണ്, അവർ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. അതിനാൽ നമ്മുടെ പിതാക്കന്മാരെ നാം നമ്മുടെ നമസ്കാരങ്ങളിലും കുർബാനയിലും ഓർക്കണം എന്നതാണ് ഇതിൽ നിന്നൊക്കെയും നമുക്ക് മനസ്സിലാകുന്നത്. അവർ നമുക്ക് വേണ്ടി മധ്യസ്ഥത നടത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഈ വരുന്ന വലിയ നോമ്പ് ഒരു ആത്മീയ തീർത്ഥാടനമായി തീരാൻ വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. കാരണം അടുത്ത ഞായറാഴ്ച കഴിഞ്ഞാൽ, അതായത് 16-ാം തീയതി വലിയ നോമ്പ് ആരംഭിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച നമ്മളെല്ലാവരും പേതുരുത്ത ആഘോഷിക്കുകയും, എന്നാൽ പിന്നീടുള്ള 50 ദിവസങ്ങൾ നമ്മൾ എന്തുമാത്രം വിശുദ്ധിയോടുകൂടി ആ നോമ്പിനെ ആചരിക്കുമെന്ന് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടതുണ്ട്. ഈ നോമ്പ് ഒരു ആത്മീയ തീർത്ഥാടനമായി തീരാൻ വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഇന്നേവരെ ഈ നോമ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ ഇന്നേവരെ ചെയ്തതായ തെറ്റുകളൊന്നും ഇനി എനിക്ക് ആവർത്തിക്കാൻ ഇടയാകാത്ത വണ്ണം കർത്താവേ, ഈ നോമ്പ് ഒരു കാരണമായി തീരട്ടെ. ഈ നോമ്പ് എനിക്ക് ഒരു കാരണമായി തീരുമ്പോൾ മാത്രമേ അതിൽ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും എനിക്ക് സാധിക്കത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് കർത്താവേ, എന്നെ അനുഗ്രഹിക്കണമേ, ഞങ്ങളേവരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഏവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.